പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ വനിതാ ദിനത്തോടനുബന്ധപ്പെട്ട് അവിടുത്തെ വനിതകളും കുട്ടികളും അതുപോലെ തന്നെ നാട്ടിലെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒത്തൊരുമിച്ച് ഒരു കളർഫുൾ പരിപാടി തന്നെ കാഴ്ചവെച്ചു. അതിൻ്റെ രസകരമായ അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാനും കാണാനുമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് വനിതാ ദിനത്തിൻ്റെ മുഖ്യ സന്ദേശം എന്ന നിലക്ക് ഇവിടെ മുഖ്യ പ്രഭാഷകയായി കടന്നു വന്ന ഹസന മേഡത്തിൻ്റെ വാക്കുകളിലേക്കാണ്. അതിനുശേഷം ജനപ്രതിനിധികളുടെ സംസാരമുണ്ട്, കുട്ടികളുടെ കലാപരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാന്യ പ്രേക്ഷകർക്ക് ഒരേ സമയം വിനോദവും ഉപകാരപ്രദവുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ പറയേണ്ടതുണ്ട്. അത് ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ 1975 കാലഘട്ടങ്ങളിലായിട്ടാണ് ഇത്തരം ഒരു വനിതാ ദിനം എന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ സംഘടിപ്പിക്കാനും പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയത്. തീർച്ചയായിട്ടും നമ്മൾ അകത്തളങ്ങളിൽ ഒതുങ്ങേണ്ടവരല്ല സ്ത്രീകൾ എന്നുള്ളതും പണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ നാടകങ്ങളെയൊക്കെ പോലെ അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പോലെ തന്നെ നമ്മളിനി അരങ്ങത്തേക്ക് ഇറങ്ങേണ്ടവരാണ്. സമയം വൈകിക്കൂടാ. കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളിലൂടെ കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനമായിട്ട് സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ അത് വീടെന്ന് പറയുന്നത് ഓരോ സൊസൈറ്റിയുടെയും അടിസ്ഥാനമാകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒരുപാട് സമൂഹത്തിലേക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഇക്വാലിറ്റി എന്നുള്ളത് തന്നെയാണ് 2025 UNO കൊടുത്തിട്ടുള്ള പ്രധാന മോട്ടോ എന്ന് പറയുന്നത് തന്നെ. ഇക്വാലിറ്റി ഈസ് ഗ്രേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ കാലിബർ എന്താണെന്നും നമ്മുടെ ഡ്രീം എന്താണോ എന്നുള്ളത് സൊസൈറ്റിയെ അറിയിക്കുക. നമുക്ക് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. സാമൂഹ്യ സേവനം എന്നത് നമ്മളുടെ വീട്ടുജോലികളെ പോലെ തന്നെ കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണെന്നുള്ളതും ഇതിനിടയിൽ ഒരിക്കലും നമ്മുടെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്ക് മാതൃത്വം എന്ന് പറയുന്നത് വലിയൊരു റോളുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളിന്ന് ചുറ്റുപാടും കേൾക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അതൊന്നും നമ്മൾ കേൾക്കാതെ നമ്മളുടെ കാര്യങ്ങൾ മാത്രം പരിഗണിച്ചു പോകാനും പാടില്ല. അതിനെ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ടും സമൂഹത്തിലേക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വനിതാ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇക്കണോമിക്കലി അതുപോലെ തന്നെ ഹെൽത്ത് വൈസിൽ ആരോഗ്യകരമായ കാര്യങ്ങളിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ എല്ലാം സ്ത്രീകൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നത് നമ്മൾ സമൂഹത്തിനെ അറിയിക്കുക എന്നുള്ളതും ഈ ഒരു വനിതാ ദിനത്തിന്റെ ഉദ്ദേശമാണ്. താങ്ക് യു. എൻ്റെ പേര് പ്രസന്ന. JPHN ആണ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ്, കൽപ്പകഞ്ചേരി. ഇങ്ങനെ ഒരു പരിപാടി ഞാൻ വിചാരിച്ചു ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാലും കൂടുതൽ ജനങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ നല്ല രീതിയിൽ സഹകരിക്കണ ജനങ്ങളാണ്. അതുപോലെ ഞാനതിൽ ഇവിടുത്തെ ഒരു പ്രദേശത്തെ ഒരാളെന്ന നിലക്ക് ഞാൻ ഇടപെട്ടോട്ടെ. നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് കയറി വന്ന ഒരാളെന്നാലും ഈ ഒരു വിഷയം നടത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ടെൻഷന് കൽപ്പകഞ്ചേരിയെ കുറിച്ച് വേണ്ട എന്ന് പറയാൻ വേണ്ടി ഇടപെട്ടു. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു 3 മാസം കൊണ്ട് ഞാൻ അത് മനസ്സിലാക്കി. ഇപ്പൊ തന്നെ നമ്മളൊരു പരിപാടി ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ആകെ ടെൻഷനായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. എന്താ പറയാ, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസർ അയ്യൂബ് സാറും നല്ല സഹകരണത്തോടു കൂടിയാണ് ചെയ്തോളാനായിട്ടുള്ളത് പറഞ്ഞത്. ആശാവർക്കർമാർ അതുമാതിരി നമ്മുടെ മെമ്പർമാർ എല്ലാവരും നല്ല സഹകരിച്ചു. തുടർന്നും ഇതുപോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എനിക്ക് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി തുടർന്ന് എനിക്ക് എല്ലാ സഹായം വേണം. അംഗനവാടി ടീച്ചർ ഇവരൊക്കെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ തുടർന്നും ഇത് ഉണ്ടാവണം. എന്തായാലും സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ കാര്യം ഈ നാട്ടുകാർക്ക് വേണ്ടിയാണ്. ഇതിപ്പോൾ ചാനൽ പോകുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാരുണ്ടോ, അപ്പോൾ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ ഇത് കാണുന്ന സമയത്ത് സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യാനുണ്ട്. ആ ഒത്തിരി കാര്യങ്ങൾ നന്നാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരായിരിക്കുന്ന നമ്മുടെ സജീവ പിന്തുണ അവരെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒത്തിരി മടങ്ങ് വലുതായിട്ട് അവരുടെ ഭാഗത്തുള്ള സമ്മാനങ്ങൾ ഉണ്ടാവും എന്നും കൂടി ഓർമ്മപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കൽപ്പകഞ്ചേരി സബ് സെൻറ്റർ കേന്ദ്രീകരിച്ച് ഇന്ന് ലോക വനിതാ ദിനത്തിൽ ഒരു ഫംഗ്ഷൻ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ തുളുനാടൻ ഷാഫിയാജിയുടെ വീട്ടിലാണ്, പരിസരത്താണ്. എല്ലാ കാര്യത്തിലും സജീവമായി ഇടപെടുന്ന ഷാഫിയാജിയുടെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഫലവൃക്ഷ തൈകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. എല്ലാ വിധത്തിലും പ്രകൃതി രമണീയമായ ഒരു കേന്ദ്രത്തിലാണ് കൂടിയിട്ടുള്ളത്. ഈ അവസരത്തിൽ എല്ലാ വനിതകൾക്കും വനിതാ ദിന ആശംസകൾ നേരുന്നു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള 4 സബ് സെന്ററിന് കീഴിലുള്ള
ഒരു വനിതാ ദിന പ്രോഗ്രാമാണ് ഇന്ന് നമ്മുടെ തുളുനാടൻ ഷാഫിയാജിയുടെ വീട്ടിൽ വളരെ മനോഹരമായ രീതിയിൽ സംവിധാനിച്ച ഈ നല്ല ഔട്ട്ഡോർ പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനും ഓർക്കാൻ ഒരു ദിവസം, അതായത് ലോക മാതൃദിനം, ലോക വനിതാ ദിനം, ലോക ശിശുദിനം, അങ്ങനെ എല്ലാം ഓർക്കാൻ വേണ്ടി എല്ലാ സമയത്തും ഓരോ ദിനം അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. കാരണം എല്ലാം മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. എല്ലാം മറന്നു പോവുകയാണ്. അതായത് ഒന്നിനോട് സമരസപ്പെട്ടു പോകാതെ പരസ്പരം പോരടിച്ചും പരസ്പരം കലഹിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിന് വനിതാ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കൽപ്പകഞ്ചേരി സബ് സെൻറ്ററിൻ്റെ കീഴിൽ 4 വാർഡുകളിൽ നിന്നായി നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മഹത്തായ വനിതാ ദിനത്തിൻ്റെ ചടങ്ങിലാണ്. ഈ മനോഹരമായ ഈ ഒരു വനിതകളുടെയും നമ്മളുടെ ഏറ്റവും പ്രിയങ്കരായ പ്രഗത്ഭരായ നമ്മളെ നേതാക്കളുടെയൊക്കെ ഒത്തുകൂടൽ അത് നമ്മളെ വീട്ടിൽ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വനിതാ ദിനത്തെക്കുറിച്ച് നമ്മളെ വിശിഷ്ട അതിഥികളും നമ്മളെ വൈസ് പ്രസിഡന്റ്, നമ്മളെ ലത്തീഫ് മെമ്പർ ഇവരൊക്കെ സംസാരിച്ചു. വനിതാ ദിനത്തിന് മഹത്തായ ഈ ദിനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you.